ഇനിയുള്ള നമുക്കൊരു കുറച്ച് സമയം കൂടി ഒന്ന് പോകണം. അന്വേഷണം ദൃശ്യങ്ങളിലേക്കാണ് കൂടുതലായി പോകേണ്ടത്. ഇനിയുള്ള ശ്രമങ്ങൾ ഏത് തരത്തിലായിരിക്കും? ഇപ്പോൾ രാവിലെ തിരച്ചിൽ ഏതാണ്ട് വൈകിയെങ്കിൽ പോലും 3-3.5 മണിക്കൂർ പിന്നിടുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ ഇപ്പോഴും ഒരു വിവരവും അർജുനുമായി ബന്ധപ്പെട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രഞ്ജിത്തെ, ഇതുവരെ ഒരു സൂചനകളും ലഭിച്ചിട്ടില്ല. ഈ പുഴയുടെ അടിത്തട്ടിൽ ഏതായാലും അർജുനോ അർജുന്റെ ലോറിയോ ഇല്ല. അത് മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ നാവികസേനയുടെ വിദഗ്ധ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മൺതിട്ട ഇത്തരത്തിൽ വലിയ തോതിലുള്ള മണ്ണിടിഞ്ഞ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ആ മണ്ണിടിഞ്ഞ ഭാഗത്തായിരിക്കാം ഇത്തരത്തിൽ ഈ ലോറി പൂണ്ടുപോയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം, ഈ മുഴുവൻ മൺതിട്ട ഇത്തരത്തിൽ നീക്കം ചെയ്ത് ആ ലോറി പുറത്തേക്ക് എടുക്കുക അസാധ്യമാണ്. ഒരു പക്ഷേ അതിന് ദിവസങ്ങളോളം ആഴ്ചകളോളം എടുക്കേണ്ടി വരും. അത് തന്നെയാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നതും. ഈ രക്ഷാ ദൗത്യത്തിലെത്തിയ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ പറയുന്നത്. രഞ്ജിത്തിനെ പോലുള്ളവർ നമുക്കറിയാം, ഉത്തരാഖണ്ഡിലും ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിലൊക്കെയുള്ള സ്ഥലത്ത് ഈ രക്ഷാപ്രവർത്തനത്തിന് പങ്കാളിയായ ഒരാളാണ്. അദ്ദേഹം പോലും വ്യക്തമാക്കുന്നതാണ് ഈ പുഴയിൽ ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് എവിടെയാണ് ഈ ലോറി ഉള്ളതെന്ന് ആദ്യം കണ്ടെത്തണം. ആ കണ്ടെത്തിയ സ്ഥലത്ത്, കൃത്യമായ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അർജുനിലേക്ക് എത്താൻ കഴിയുമെന്നാണ് ഈ മേഖലയിലുള്ള ഇത്തരത്തിലുള്ള വിദഗ്ധർ പറയുന്നത്. പക്ഷേ അതിന് ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരം. ഉടൻ എത്തും, അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രസ്താവനകൾ നിരവധി വരുന്നു. പക്ഷേ പ്രസ്താവനകളല്ല വേണ്ടത്. ഈ സമയത്ത് ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതാണ് വേണ്ടത്. പക്ഷേ രാത്രിയും പകലുമുള്ള തെരച്ചിൽ, ഇത് വൈകിട്ട് 7 മണിയാകുമ്പോഴേക്കും ഈ തിരച്ചിൽ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് രാവിലെ 7:30 പുനരാരംഭിക്കും. അത്തരത്തിൽ ഇത്രയും സമ്മർദ്ദം ഉണ്ടായിട്ടും ഒരു രാത്രിയും പകലും എന്നില്ലാതെ ഒരു ദുരന്ത മുഖത്ത് നമ്മൾ എങ്ങനെയാണ് ഇത്തരം ദുരന്തമുഖങ്ങൾ നേരിടേണ്ടതെന്ന് നമ്മൾ ഇതിനു മുമ്പും പലതവണ നമ്മൾ തെളിയിച്ചതാണ്. പക്ഷെ ഇവിടെ കാണുന്നത് ഒരു പ്രഹസനമാണോ, അത് നേരത്തെ കുടുംബാംഗങ്ങളൊക്കെ ആരോപിച്ചതുപോലെ ഒരു നാടകമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ഈ പ്രദേശത്ത് അർജുന്റെ ലോറി ഉണ്ടെന്ന് സംശയിക്കുന്ന ആ പ്രദേശത്ത് അതിന്റെ മുകളിൽ കയറി നിന്ന് സെൽഫി എടുക്കുന്നതൊക്കെ ഒരു ചിത്രം നമ്മൾ കണ്ടത്. അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട് വീരവാദം മുഴക്കുന്നു. അത്തരത്തിൽ വലിയ വിമർശനം നമ്മൾ ന്യൂസ് 18 തന്നെയാണ് ആ വിവരം പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് ആ SP ഈ ഭാഗത്ത് ഈ പ്രദേശത്ത് വരരുതെന്ന് ജില്ലാ ഉന്നത തലത്തിൽ നിന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ആ SP ഈ ഭാഗത്ത് കണ്ടിരുന്നില്ല. നമ്മുടെ വാർത്തയ്ക്ക് താഴെ വരുന്ന നിരവധി കമന്റുകളുണ്ട്. ഒരുപാട് പേരുടെ പ്രാർത്ഥനയും കാത്തിരിപ്പുമാണ്. അതൊന്നും ഇത്തരത്തിൽ ചെവി കൊള്ളാത്ത ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ഇവിടെയുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും ന്യൂസ് ചാനലുകൾ എല്ലാം തന്നെ ഈ വാർത്തകൾ മാത്രം കാണിക്കുന്നു. ഇത്രത്തോളം സമ്മർദ്ദം ഉണ്ടായിട്ടും ഇങ്ങനെയാണോ നമുക്കുള്ള അനുഭവം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമ്മൾക്ക് വേണ്ടത് അർജുനെയായിരുന്നു, ജീവനോടെയുള്ള അർജുനെ. അതിന് എത്രയോ സമയമുണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യ മണിക്കൂറുകളിൽ തന്നെ, പിന്നീട് സൈന്യത്തെ എത്തിക്കാൻ വൈകിയത്, ഇതൊക്കെ നമുക്ക് വലിയ നിരാശയാണ് ഇപ്പോൾ ഇനി നൽകാൻ പോകുന്നത്. അവസാന പ്രതീക്ഷയാണ്, കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷയാണ്, കേരളത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയാണ്. അർജുനെ അവസാനമായി ഒരു നോക്കെങ്കിലും കാണാനുള്ള ഒരു ആ ഭാഗ്യം ഉണ്ടാകുമോ എന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ നിന്നും ഇപ്പൊ നേരിട്ട് ഇവിടെ ഈ സ്ഥലത്ത് നിന്നും ഉള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ച് ഇപ്പോഴുള്ള സംവിധാനങ്ങൾ പോരാ ഈ അർജുന്റെ ലോറിയോ കണ്ടെത്താൻ എന്നുള്ളതാണ്. ഇത്രയും ദിവസമായി മണ്ണിന്റെ അടിയിൽ, ചെളിയിനടിയിൽ അത്തരത്തിൽ പൂണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക അർജുനെ എന്നത് നമുക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അത് ഇനി ഓരോ മണിക്കൂറും നമ്മൾ വിലപ്പെട്ടതാണ്. ബൈജു, അത് തന്നെയാണ്. നന്ദി ബൈജു. നമുക്ക് ഇത് പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് ബൈജുവിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ വളരെ പ്രധാനമാണ്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ പ്രേക്ഷകർക്കായി കാണാം. അവിടെ തിരച്ചിൽ നടത്തുന്ന സംഘാംഗങ്ങളുടെ ദൃശ്യമുണ്ട്. ദുഷ്കരമായ തിരച്ചിലിന്റെ മറ്റു ചില രീതികൾ കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അകത്താണ്, ഈ പുഴയിലാണ് ഇപ്പോൾ തിരച്ചിൽ പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. പുഴയിൽ ഇറങ്ങി ഈ തരത്തിലുള്ള തിരച്ചിൽ നടത്തുക എന്ന വളരെ ദുഷ്കരമായ പ്രവൃത്തിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയേക്കുന്നത്. പുതിയ ഘട്ടത്തിലേക്കൊക്കെ തിരച്ചിൽ മാറുന്നു. കൂടുതൽ ഡ്രോണുകൾ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ കൂടിയുണ്ട്. കരസേനയുടെ സഹായമുണ്ട്, ഒപ്പം നാവികസേനയുടെ സഹായമുണ്ട്. ദുരന്ത നിവാരണ സേന അവിടെ എല്ലാ തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും പരമാവധി ഉപയോഗിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അനവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടൂല.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പുഴയാണ്, ഏതാണ്ട് 20 അടിയോളം താഴ്ചയുള്ള വെള്ളമുണ്ട് അവിടെ, ഒപ്പം മണ്ണിന്റെ വലിയ കൂട്ടമുണ്ട്. മണ്ണ് അവിടെ വല്ലാത്ത തോതിൽ വർദ്ധിച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ഒരുപാട് പ്രവൃത്തികൾക്ക് ശേഷം വേണം അർജുനിലേക്ക് എത്താൻ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇനി നമുക്ക് പോകേണ്ടത് ഈ ദൃശ്യങ്ങളിലേക്കാണ്. ദൃശ്യങ്ങൾ പറയട്ടെ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇനി നടക്കാനുള്ള കാര്യങ്ങൾ എന്നുള്ളത്. മനസ്സിലാക്കുന്നത് ഡോഗ് സ്ക്വാഡ് അടക്കം എത്തി തെരച്ചിൽ പുരോഗമിക്കുന്നു, മണ്ണിൽ പരിശോധിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ തന്നെ നിൽക്കാം. Except